ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണല്ലേ. ഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യൂസ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സഹായിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. മഹാത്മാഗാന്ധിയുടെ പിതാവ് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പിതാവാണ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവ്. മഹാത്മാഗാന്ധിയുടെ മാതാവിൻ്റെ പേരെന്താണ്? ഉത്തരം പുത്ലിബായി. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായി. അടുത്ത ചോദ്യം, ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം ഇതാണ്, 2007. ഗാന്ധി ജയന്തിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയ വർഷം 2007 ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ഗാന്ധിജി രചിച്ച ആദ്യ കൃതി ഏതാണ്? ഗാന്ധിജി രചിച്ച ആദ്യ കൃതി. ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്, ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി രചിച്ച ആദ്യ കൃതിയാണ് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? ഗാന്ധിജി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്? ഉത്തരം 1. ഒരു തവണയാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. ഉത്തരം ഇതാണ്, ബെൽഗാം സമ്മേളനം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനമാണ് ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് മഹാദേവ് ദേശായി. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടം ഏതാണ്? ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിപ്പിക്കുന്ന കാലഘട്ടം ഏതാണെന്ന് അറിയാമോ? ഉത്തരം ഇതാണ്, 1869 മുതൽ 1921 വരെ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടമാണ് 1869 മുതൽ 1921 വരെ. 1910 ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്? 1910 ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണെന്ന് അറിയാമോ? ഉത്തരം ടോൾസ്റ്റോയി ഫാം. 1910 ഗാന്ധിജി ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരാണ് ടോൾസ്റ്റോയി ഫാം. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജി ഹരിജൻ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഗാന്ധിജി ഹരിജൻ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം നോക്കൂ, സബർമതിയിൽ. അഹമ്മദാബാദിലെ സബർമതിയിലാണ് ഗാന്ധിജി ഹരിജൻ ആശ്രമം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഒരുപാട് പ്രാവശ്യം നമ്മൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ഇതാണ്, 1918 അഹമ്മദാബാദ് മിൽ സമരം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം 1918. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം ഏത് സമരത്തോടു കൂടിയായിരുന്നു? ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം ഏത് സമരത്തോടു കൂടിയായിരുന്നു? ഉത്തരം അറിയാമോ?
ഉത്തരം വരുന്നത് റൗലറ്റ് സത്യാഗ്രഹം. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിയുടെ പ്രവേശനം റൗലറ്റ് സത്യാഗ്രഹത്തോടു കൂടിയായിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കാവുന്ന കാലഘട്ടം ഏതാണ്? ഇന്ത്യ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കാവുന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം 1915 മുതൽ 1948 വരെയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം എന്ന് വിളിക്കാവുന്ന കാലഘട്ടം 1915 മുതൽ 1948 വരെ. അടുത്ത ചോദ്യം, വാർധ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? വാർധ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ഗാന്ധിജി. കസ്തൂർബ ഗാന്ധി എവിടെ വച്ചാണ് അന്തരിച്ചത്? കസ്തൂർബ ഗാന്ധി എവിടെ വച്ചാണ് അന്തരിച്ചത്? ഉത്തരം ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച്. ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി മരണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഉത്തരം ജോൺ റസ്കിൻ. ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിയാണ് ജോൺ റസ്കിൻ. അടുത്ത ചോദ്യം ഇതാണ്, ഗാന്ധിജിയുടെ ശിഷ്യനായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഗാന്ധിജിയുടെ ശിഷ്യനായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര്. ഉത്തരം മെഡലിൻ സ്ലേഡ്. മെഡലിൻ സ്ലേഡ് എന്നാണ് ഗാന്ധിജിയുടെ ശിഷ്യനായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഗാന്ധിജി എവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഗാന്ധിജി എവിടെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു? ഉത്തരം നവഗലി. ബംഗാളിലെ നവഗലിയിലായിരുന്നു അദ്ദേഹം. ഗാന്ധിജിക്ക് കൈസർ-ഇ-ഹിന്ദ് പദവി ലഭിച്ച വർഷം. ഗാന്ധിജിക്ക് കൈസർ-ഇ-ഹിന്ദ് പദവി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1915. ഗാന്ധിജിക്ക് കൈസർ-ഇ-ഹിന്ദ് പദവി ലഭിച്ച വർഷമാണ് 1915. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം അറിയാമോ? ഉത്തരം 1927 ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം 1927 നവജീവൻ വാരികയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ഉത്തരം ഗുജറാത്തിയാണ്. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരിക്കുന്നത്. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ്? സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകനാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സി രാജഗോപാൽ ആചാരി. സി രാജഗോപാൽ ആചാരിയാണ് മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. മഹാദേവ ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് ആരാണ്? മഹാദേവ ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് ആരാണ്? ഉത്തരം ഇതാണ്, പ്യാരിലാൽ. മഹാദേവ ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആരാണ്? പ്യാരിലാലാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കായാത്രയുമായി ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കായാത്രയുമായി ഉപമിച്ചത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ആരാണ്? മോത്തിലാൽ നെഹ്റു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം വരുന്നത് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ചോദ്യം ഇതാണ്:
വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു പ്രധാനപ്പെട്ട ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.